ബിസിനസ് ലോകവും അതിലെ വിജയവും എന്നും എല്ലാവരെയും ആകർഷിക്കുന്ന ഒന്നാണ്. എന്നാൽ എങ്ങനെ തുടങ്ങും, എപ്പോൾ തുടങ്ങുമെന്നാലോചിച്ച് ബിസിനസ് സ്വപ്നങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നവരാണ് അധികവും. പരാജയ ഭീതിയാണ് ഇതിന് കാരണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്നാൽ വരുന്ന ഇടത്ത് വെച്ച് കാണാമെന്ന് ഉറപ്പിച്ച് ഒരു സംരംഭം ആരംഭിച്ച് ഇന്ന് ശതകോടീശ്വരനായ സാക്ഷാൽ മുകേഷ് അംബാനിയുടെ വരെ പ്രശംസ ഏറ്റുവാങ്ങിയ ഒരു യങ് മാനുണ്ട്. പേര് കബീർ ബിശ്വാസ്. അദ്ദേഹത്തിന്റെ പേര് പോലെ തന്നെ വിശ്വാസമായിരുന്നു കബീറിന്റെ കൈമുതൽ. വിജയിക്കുമെന്ന വിശ്വാസം. കബീർ ബിശ്വാസ് എന്ന പേരിനേക്കാൾ നമുക്ക് സുപരിചിതം ഡൺസോ ആയിരിക്കും. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ തുടങ്ങി ശതകോടികൾ മൂല്യമുള്ള കമ്പനിയായി മാറിയ ഡൺസോ, സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ടിന് മുമ്പ് നമ്മുടെ മനം കവർന്ന ദ്രുത ഡെലിവറി ആപ്ലിക്കേഷൻ. ഡൺസോയുടെ വിജയം സിനിമാ കഥകളിലേതുപോലെ കണ്ണടച്ച് തുറക്കും പോലെയായിരുന്നില്ല. വളരെ പതുക്കെ മുള പൊട്ടി വേരുപിടിച്ച് പടർന്നു പന്തലിച്ച കഥയാണ് കബീറിന്റെ ഡൺസോയുടേത്. ഒരു പ്ലാസ്റ്റിക് കമ്പനിയിലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആയിരുന്നു കബീർ ബിശ്വാസ്. 18-ാം വയസ്സിൽ പിതാവിനെ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് ഒരു ബിസിനസ് കെട്ടിപ്പടുത്ത് കുടുംബത്തെ സുരക്ഷിതമാക്കണമെന്നായിരുന്നു മോഹം. ഒന്നും പഠിക്കാതെ അറിയാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ പരാജയപ്പെട്ടു പോകുമോ എന്ന ഭയം അദ്ദേഹത്തിനുമുണ്ടായി. അതുകൊണ്ട് ഉപഭോക്താവിനെയും വിപണിയെയും പഠിക്കാൻ MBA ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. കുറച്ചുകാലം എയർടെല്ലിൽ ജോലിയും ചെയ്ത് അറിവ് സമ്പാദിച്ചു. 2014-ൽ ഹോപ്പർ എന്ന കമ്പനി സ്ഥാപിച്ചു. അധികം വൈകാതെ തന്നെ ഈ സ്ഥാപനത്തെ ഹൈക്ക് ഏറ്റെടുത്തതോടെ തന്നെക്കൊണ്ട് ബിസിനസ് ലോകത്തെ നോക്കി വളർത്താൻ പറ്റുമെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ അങ്കുർ അഗർവാൾ, ദൽവീർ സുരി, മുകുന്ദ് ദ എന്നീ സുഹൃത്തുക്കളുമായി ചേർന്ന് കബീർ ബിശ്വാസ് ഡൺസോ സ്ഥാപിച്ചു. ഒരു വാട്സപ്പ് ഗ്രൂപ്പായിട്ടായിരുന്നു ഡൺസോയുടെ ആരംഭം. ഗ്രൂപ്പിലെ അംഗങ്ങളുടെ ഓർഡറുകൾ ശേഖരിക്കുകയും പ്രോസസ് ചെയ്യുകയും ചെയ്തു. ആവശ്യ വസ്തുക്കളും പലചരക്ക് സാധനങ്ങളും മറ്റും മിനിറ്റുകൾക്കുള്ളിൽ ഉപയോക്താക്കളുടെ വീട്ടുപടിക്കൽ എത്തിക്കാൻ കബീറിനും കൂട്ടർക്കുമായി. സമയബന്ധിതമായ സേവനവും കുറഞ്ഞ സർവീസ് നിരക്കും കൂടുതൽ ഉപയോക്താക്കളെ ഗ്രൂപ്പിലെത്തിച്ചു. ഇതോടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഡൺസോ മൊബൈൽ ആപ്പിലേക്ക് വളർന്നു. കബീറും മറ്റ് സ്ഥാപകരും ചേർന്ന് നിക്ഷേപ റൗണ്ടുകളിലൂടെ ഫണ്ട് ശേഖരിക്കാൻ തീരുമാനിച്ചു. ഈ സമയത്താണ് ഗൂഗിൾ നിക്ഷേപം നടത്തി കമ്പനിയെ സഹായിക്കാൻ എത്തുന്നത്. അങ്ങനെ ഗൂഗിൾ നിക്ഷേപം നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ ടെക് കമ്പനിയായി ഡൺസോ മാറി. ഗൂഗിൾ അർപ്പിച്ച വിശ്വാസം അക്ഷരാർത്ഥത്തിൽ കമ്പനിയുടെ തലവര മാറ്റി. ഡൺസോയുടെ ഈ മുന്നേറ്റം അത്രയും കാലം ദൂരെ നിന്ന് വീക്ഷിക്കുകയായിരുന്നു മുകേഷ് അംബാനി. കബീർ എന്ന ചെറുപ്പക്കാരന്റെ ആത്മവിശ്വാസം അദ്ദേഹത്തിന് നന്നേ ബോധിച്ചു. 2022-ൽ ഡൺസോയിൽ വൻ നിക്ഷേപം നടത്താൻ അദ്ദേഹം തയ്യാറായി. 1988 കോടി രൂപയാണ് കബീറിൽ വിശ്വാസമർപ്പിച്ച് മുകേഷ് അംബാനി അന്ന് നിക്ഷേപിച്ചത്. പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ആരംഭിച്ച ഈ കമ്പനിയുടെ മൂല്യം ഇന്ന് 6400 കോടിയിലധികം രൂപയാണ്. കബീർ ബിശ്വാസിന്റെ വിജയഗാഥ ഒരു പാഠമാണ്. മുന്നോട്ടുള്ള വഴികളിൽ ആശങ്കപ്പെടാതെ സ്വയം വിശ്വാസമർപ്പിച്ച് പൊരുതി വിജയിക്കാനുള്ള പാഠം.